പരമാവധി സംരക്ഷിച്ച ശേഷം ഒടുവിൽ ഗതികെട്ട് ഗത്യന്തരമില്ലാതെ ജയിൽ ഡിഐജിയെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. വിനോദിനെതിരെ റിപ്പോർട്ട് നൽകി 4 ദിവസങ്ങൾക്ക് ശേഷമാണ് നടപടി. വൻതുക കൈക്കൂലി വാങ്ങി TP കേസിലെ പ്രതികൾക്കടക്കം വിനോദ് കുമാർ ജയിലിൽ സുഖസൗകര്യമൊരുക്കിയിരുന്നെന്നായിരുന്നു കണ്ടെത്തൽ. സസ്പെൻഡ് ചെയ്യണമെന്ന് വിജിലൻസ് ഡയറക്ടർ ആവശ്യപ്പെട്ടിട്ടും അനങ്ങാപ്പാറ നയമാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചത്. വിജിലൻസ് ആണ് ഡിഐജിയുടെ അമ്പരപ്പിക്കുന്ന അഴിമതികൾ കയ്യോടെ പിടികൂടിയത്. TP കേസിലെ പ്രതികളായ കോടിസുനി, അണ്ണൻ സിജിത്ത് എന്നിവരിൽ നിന്ന് പരോളിന് പണം വാങ്ങി. ലഹരി കേസ് പ്രതികൾക്കും കൊട്ടേഷൻ പ്രതികൾക്കും ജയിലിൽ സൗകര്യമൊരുക്കാനും ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തിയത്. ശമ്പളത്തിന് പുറമെ വിനോദ് കുമാറിന്റെ ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക് ലക്ഷങ്ങൾ പ്രതിമാസം എത്തിയതായും കണ്ടെത്തിയിരുന്നു. വിനോദ് കുമാർ ജയിലുകളിൽ ചട്ടവിരുദ്ധമായി സന്ദർശിച്ച് തടവുകാരുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് മധ്യമേഖലാ ജയിൽ ഡിഐജി മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. CPM-യുമായുള്ള ബന്ധത്തിന്റെ പേരിൽ വിനോദ് കുമാറിന് കിട്ടിയ സംരക്ഷണമാണ് ഇതിനെല്ലാം പിന്നിലെന്ന് പരസ്യമായ രഹസ്യമായിട്ടും ആഭ്യന്തര വകുപ്പ് വിനോദ് കുമാറിനെ വീണ്ടും സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വന്നത്. ഒടുവിൽ കൈവിട്ടുള്ള പിന്തുണ കൊടും നാണക്കേടായ സാഹചര്യത്തിലാണ് പേരിന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം.